എൻ്റെ പേര് നയൻ ഫിലോപ്രൻസ്. ഞാൻ ചങ്ങനാശ്ശേരി കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ഫിലിപ്പീൻസിൽ നിന്ന് മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് 8 മാസമായി. ഞാൻ ഇവിടെ MBBS പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നാട്ടിൽ ഒരു ലൈസൻഷ്യർ എക്സാം പാസ്സാവണം. അത് പാസ്സായില്ലെങ്കിൽ എനിക്കിവിടെ ജോലിയോ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ April 2022 ഗ്രാജുവേറ്റായി മെഡിസിൻ. എന്നിട്ട് എന്തായിരുന്നു, ഞാൻ ഡയറക്റ്റ്ലി വന്നിട്ട് ജൂണിൽ ഫസ്റ്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരു പ്രിപ്പറേഷനും ഉണ്ടായിരുന്നില്ല. നോർമൽ പ്രാർത്ഥന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ എഴുതി നോക്കി, പക്ഷെ ഞാൻ ഫെയിലായി. 15 മാർക്സിലാണ് ഞാൻ ഫെയിലായത്. 15 മാർക്സിൻ്റെ ഡിഫറൻസിൽ ഞാൻ ഫെയിലായിപ്പോയി. 300 ആണ് ടോട്ടൽ മാർക്സ്. ഔട്ട് ഓഫ് 300 എനിക്ക് 150 കിട്ടണമായിരുന്നു. അത് എനിക്ക് 135 കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥനയും കൂടെ കൊണ്ടുപോകും, അപ്പോൾ നിനക്ക് എന്തായാലും പാസ്സാകാൻ പറ്റുമെന്ന്. അതനുസരിച്ച് ഞാൻ നവംബർ 5-ാം തീയതി 2022 വന്ന് ഉടമ്പടി എടുത്ത്, മമ്മിക്ക് വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി. മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇവിടെ വന്നത്. പക്ഷേ മമ്മിയും പപ്പായും ബഹ്റൈനിൽ സെറ്റിൽഡാണ്. അതുകൊണ്ട് മമ്മിക്ക് വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരിൽ തന്നെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പ്രതിഷേധ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നന്നായിട്ട് ഒരുങ്ങി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതിയപ്പോഴത്തേക്കിനും എൻ്റെ ഫ്രണ്ട്സിനും അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനും എല്ലാവർക്കും ഫസ്റ്റ് പേപ്പർ ഭയങ്കര ഈസി ആയിരുന്നു. സെക്കൻഡ് പേപ്പർ ഭയങ്കര ഹാർഡായിരുന്നു. എനിക്ക് 2 പേപ്പറും ഹാർഡായിരുന്നു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു മിക്കവാറും ഞാൻ ഫെയിലാകാനായിരിക്കും ചാൻസ്. അപ്പോൾ ഞാൻ എൻ്റെ പപ്പാനോടും മമ്മീനോടും പറഞ്ഞു, മിക്കവാറും ഞാൻ ഫെയിലാകും. ഇനി ഞാൻ പാസ്സാകുവാണെങ്കിൽ അത് കൃപാസന മാതാവിൻ്റെ ഗ്രേസ് കാരണം മാത്രമായിരിക്കും. അപ്പോൾ എൻ്റെ മമ്മി, ഞാൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, എന്തായാലും നീ നിൻ്റെ പാർട്ട് ചെയ്തു, ഇനി മാതാവ് നോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അതനുസരിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 10-ാം തീയതി ആയിരുന്നു റിസൾട്ട് വരേണ്ടത്. പക്ഷേ ഫെബ്രുവരി 3-ന് തന്നെ റിസൾട്ട് വന്നു. എനിക്ക് 150 കിട്ടണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ എനിക്ക് PDF നോക്കിയപ്പം റോൾ നമ്പർ അനുസരിച്ച് നോക്കിയപ്പോഴത്തേക്കിനും എനിക്ക് 178 ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് 300. 30,000 സ്റ്റുഡൻസിൽ ആകെ 9,846 സ്റ്റുഡൻസ് മാത്രമേ പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ ഞാനായിരുന്നു. ഈ അനുഗ്രഹം അനുഗ്രഹിച്ചതിന് കൃപാസന മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ ഒരായിരം നന്ദി പറയുന്നു.